അപ്പൊ ഈ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും, ഞാൻ നിങ്ങളുടെ ആരാണ്. പറ്റിപ്പോയി കേസ്. പിന്നെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, എന്ത് യൂട്യൂബ് ചെയ്യാം, വെറുതെ ഇരിക്കില്ല, എന്തായാലും പുറത്ത് പോകാനും പറ്റില്ല, അപ്പോൾ യൂട്യൂബ് ഓക്കെ യൂട്യൂബ്. ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തെടുക്കും, അവളെന്തൊക്കെ റിസർച്ച് ചെയ്ത് പറയും, ഞാൻ വെറുതെ എടുത്തെടുക്കും. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു അല്ലേ? അതായത് എന്താ പറയുക, എന്തിനേലൊക്കെ പറ്റി ഞാൻ ഇങ്ങനെ സംസാരിക്കും, അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കോമഡി സ്കിറ്റ് മാതിരി ഞാൻ തന്നെ അല്ലേ, എല്ലാം സന്തോഷ് പണ്ഡിറ്റ്, കഥ, തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ് എല്ലാം ഞാൻ തന്നെ. അതെ, എടുത്തുതരാൻ മാത്രം നോക്കൂ. അപ്പോൾ മനസ്സിലായില്ലേ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു റേഞ്ച് എന്താണെന്നല്ല മനസ്സിലായില്ലേ? അയാൾ ഒക്കെ കൂടി ചെയ്യും. അതെ, കളിയാക്കാൻ എളുപ്പാ. അതെ, അങ്ങനെ എന്തായാലും അല്ലല്ല, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു വലിയൊരു നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ കൊടുക്കണം മാതിരത്തെ അല്ലെ ഔട്ട്പുട്ട്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, സലീംകുമാർ പറഞ്ഞ പോലെ കലാകാരന്മാരല്ലാത്തവരെ ആരും സമൂഹം അംഗീകരിക്കില്ല രാമൻകുട്ടി. അങ്ങനെ എന്തായാലും ആ രാമൻകുട്ടിയായിട്ട് ഞാൻ കുറെ കാലം നടന്നു, 4 വർഷത്തോളം നടന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഗൈസ് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ഒരു വഴിത്തിരിവുണ്ടായത് ഗൈസ്. എവിടെയാണ് കാക്കുവിന്റെ കടന്നവര്. ഞാൻ ചുമ്മാ അങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ലിപ്സിംഗ് റീല് കണ്ടു. അപ്പൊ ചുമ്മാ അത് ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ കാക്കുവിന് കൊണ്ടുകൊടുത്തു. കാക്കുവിന് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായിട്ടാണോ അറിയായിട്ടാണോ എന്ന് അറിയില്ല, എന്റെ ഫലമായ സംശയം അറിയാത്തോണ്ടാണ്. സംഭവം ഞാൻ ഒരു 10-15ഓളം ഷോർട്ട് ഫിലിംസ് ഡയറക്ഷൻ, ക്യാമറ ഒക്കെ, അതിൽ കൂടുതൽ ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കോ എന്നുള്ളത് മറ്റേ ഏതൊരു ആൾ പറയില്ലേ, ഈ മോന്തി വെച്ചിട്ട് മാറ്റിയേട്ടാ, അങ്ങനെ തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഇപ്പം അത്ര ഫ്ലെക്സിബിൾ ആവുമോ അല്ലെങ്കിൽ നന്നാവുമെന്നൊക്കെ പിന്നൊക്കെ തോന്നി. ഡയറക്ഷൻ ചെയ്യുമ്പോഴും ഞാനാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാനാണ് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കല്. പിന്നെ എനിക്ക് എന്തുകൂടെ ചെയ്തുകൂടാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ എന്നാ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഇരിക്കുമ്പോൾ ചായ കുടിച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ റീൽ എടുക്കാന്ന് അങ്ങനെ ചെയ്തതാണ്, താല്പര്യമില്ലാതെ. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട രസമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, ഞാനിങ്ങോട്ട് പോസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് സാധാരണ എനിക്ക് വ്യൂസ് കിട്ടാന്ന് പറയുന്നത് 1000, 2000 അല്ലേ, 2000 ഒക്കെ കിട്ടിയതുള്ള ലെവലിലായിരുന്നു. പക്ഷെ അതെന്തോ ഒരു 10K കുറച്ചൊരു 10K അല്ലേ, കുറച്ചൊരു വ്യൂസ് കിട്ടി അതിന്. അപ്പൊ പിന്നെ എനിക്കൊരു അതെ അതെ ഒരു താല്പര്യം. ഞാനാണ് പറഞ്ഞത് എടുക്കല്ലേ, എടുക്കുന്ന സമയം എപ്പോഴാണ്? രാത്രി നാളെ ഇനി 10 മണി. അയ്യോ 10 മണി. അതെ, എന്താ വെച്ചാല് പകല് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഞാൻ ബിസിയാണ്. പൊങ്ങച്ചും പ്രിയല്ല കേസ്, വർക്ക് ഉണ്ടാവുമ്പോഴേ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഒരു കപ്പിൾ കോംബോ നമ്മൾ അങ്ങനെയാണ്, കപ്പിൾ ഗോൾസ് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ വന്ന് റീലെടുത്തു. അതെ, അതൊരു 10K കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. അങ്ങനെ പിന്നെ അങ്ങോട്ട് ചെറുപറേ റീൽസായി. ഓക്കെ.